പുലി കോട്ടുപോയായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ കണ്ടത്. അങ്ങനെ തായ്ലൻഡിലെ ഞങ്ങൾ മൂന്നാമത്തെ ദിവസം ഞങ്ങൾ പട്ടായിന്ന് നേരെ ബാങ്കോക്കാണ് പോയത് കേട്ടോ. ടൈഗർ ടോപ്പി പറഞ്ഞ ഒരു സൂക്ക് കാര്യമായിട്ട് ടൈഗറാണ് അവിടെ ഉള്ളത്. അതിക്കുള്ള എൻട്രി ടിക്കറ്റാണ് ഇപ്പോൾ ഈ സ്റ്റിക്കർ കേട്ടോ. ആ ടൈഗർ വാക്ക് നമുക്ക് പേടിയാവും. ഫോട്ടോ ഒറ്റടിക്ക് കഴിഞ്ഞ് കടിച്ചാ കടിച്ച് രണ്ട് കടിച്ചു. അങ്ങനെ ഗോൾഫ് കാർട്ടൊക്കെ കയറി ഞങ്ങൾ ടൈഗറിൻ്റെ അടുത്ത് എത്തിയിട്ടാ. ടൈഗർ ആള് സംഭവം സീനാണ്. ഇവര് നമ്മളെ കയ്യിൽ ഫോണൊന്നും തരില്ല കേട്ടോ. ഇവര് ഇൻസ്ട്രക്ടർമാർ തന്നെ ആയിട്ട് നമുക്ക് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു തരാം. നമുക്ക് ഫോൺ കൊടുത്താൽ സംഭവം ഇതിനെ തൊടുമ്പോൾ ഒരു പൂച്ചനെ തൊടുന്ന ഫീലിംഗ് ഒക്കെ ഉള്ളൂ. പക്ഷേ ആള് ഭയങ്കരനാണ്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തർ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടുന്ന് ഇറങ്ങി കുറേ സൂവിൻ്റെ പല ഭാഗങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കാര്യമായിട്ട് ടൈഗറൊക്കെ തന്നെ. പിന്നെ ഇവിടെ ഉള്ളത് മെയിനായിട്ട് ക്രോക്കഡൈൽ ഷോ ആണ്. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ ഗോൾഫ് കാർട്ട് കയറി അങ്ങനെ പോകാൻ നിൽക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ക്രോക്കഡൈലിൻ്റെ അടുത്ത് എത്തി. ഇത് നിങ്ങൾ പ്രതിമയെന്ന് വിചാരിക്കണ്ട, ഇതൊക്കെ വെൽ ട്രെയിൻഡ് ക്രോക്കഡൈലാണ്. ഇത് വേണമെങ്കിൽ മണിക്കൂർ കണക്കിന് ഇതിങ്ങനെ തുളന്ന് ഇങ്ങനെ നിൽക്കൂട്ടാ. അത്രയും വെൽ ട്രെയിൻഡാണ്. അങ്ങനെ ടൈഗറിനെയും ക്രോക്കഡൈലിനൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ബാങ്കോക്ക് തന്നെ വെച്ച് പിടിച്ചിട്ടാ. പട്ടായിന്ന് ഏകദേശം 150 കിലോമീറ്റർ ഉണ്ട് ബാങ്കോക്ക്. അങ്ങനെ ഹോട്ടൽ റൂമിലെത്തി ഞങ്ങൾ സാധനങ്ങളൊക്കെ വെച്ച് ഫുഡ് കഴിച്ച്. ഇന്ന് ടൂർ പാക്കേജിലുള്ള ഡെസ്റ്റിനേഷൻ ടൈഗർ ടോപ്പിയ മാത്രമേ ഉള്ളായിരുന്നു. കാരണം ഏകദേശം ട്രാവലിങ്ങിൽ തന്നെ കുറേ സമയം പോയി. പിന്നെ ഞങ്ങളിങ്ങനെ വെറുതെ കിടന്ന് ഉറങ്ങണ്ട വെച്ചിട്ട് ബാങ്കോക്ക് സ്ട്രീറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിട്ടോ. ബാങ്കോക്കത്തെ ഓട്ടോറിക്ഷ ഉണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ട്. ഇവിടെ അങ്ങനെ കുറേ 3 വീലേഴ്സ് ഉണ്ട്. പക്ഷെ നല്ല അട്രാക്റ്റീവായി തോന്നിട്ടോ. അങ്ങനെ ബാങ്കോക്ക് സിറ്റിയൊക്കെ ഇങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന ഇടയിലാണ് ഡൂഡു ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു അടിപൊളി സ്കൈ വാക്കിനുള്ള സ്ഥലമുണ്ട്. പക്ഷേ മെട്രോ കയറിയിട്ട് വേണം പോകാൻ. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നേരെ മെട്രോ സ്റ്റേഷനാണ് ഞങ്ങളെ മുകളിലുള്ളത്. അപ്പം നേരെ ആ സ്റ്റെയർ കയറി. അപ്പോൾ അടിപൊളി നല്ല വ്യൂ ഒക്കെ കിട്ടിയിട്ടാണ് ബാങ്കോക്കിൻ്റെ മെട്രോ സ്റ്റേഷൻ്റെ മുകളിൽ നിന്ന്. ഇതൊരു ഈവനിങ് 5:30 സമയമാണ്. അങ്ങനെ ഞങ്ങൾക്ക് മെട്രോ കയറി പോകാനുള്ള ഒരു സ്കൈ സ്ക്രേപ്പറിൻ്റെ അടുത്ത് കാണട്ടോ. അതൊരു ഭയങ്കര ഒരു ലാൻഡ് മാർക്ക് ബിൽഡിംഗ് തന്നെയാണ് ബാങ്കോക്കിൻ്റെ. അതിൻ്റെ മുകളിലാണ് നമുക്ക് സ്കൈ വാക്ക് ചെയ്യാനുള്ളത്. അങ്ങനെ ഞങ്ങൾ മെട്രോ കയറി ആ ബിൽഡിങ്ങിൻ്റെ അടുത്ത് എത്തിട്ടോ. ഇതാണ് കേട്ടോ ആ സ്കൈ സ്ക്രേപ്പർ. ഇതിൻ്റെ പേരാണ് കിങ് പവർ മഹാനക്കോൺ. അങ്ങനെ ഗൈസ് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് സ്കൈ വാക്ക് ചെയ്യാൻ പറ്റിയില്ല. മെയിൻ ക്ലൈമറ്റ് തന്നെ ആയിരുന്നു ഇഷ്യൂ. നല്ല ഇടിയും മഴയാണ് തുടങ്ങി ബാങ്കോക്കിൽ. അപ്പോൾ അവർ സ്കൈ വാക്കിനുള്ള ടിക്കറ്റ് കൗണ്ടറാണ് ക്ലോസ് ചെയ്തത്. അങ്ങനെ മെട്രോ കയറി കണ്ട് ഓരോ മാളുകൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ഇതൊരു വെറൈറ്റി മാളായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഓരോ ഫ്ലോർ ഓരോ കൺട്രീനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു തുർക്കിഷ് സ്ട്രീറ്റ് കൂടെയാണ് നടക്കുന്നത് കേട്ടോ. ഈ ഫ്ലോർ തുർക്കിയായിരുന്നു. പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ ഹോട്ടൽ റൂമിലേക്ക് തന്നെ തിരിച്ചു പോയി. അപ്പോൾ 4ാമത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വ്ളോഗിൽ വരാം. ബൈ.